ഈ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരൊറ്റ സെറ്റിങ്സ് മാറ്റം വരുത്തിയാൽ മതി, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ക്യാമറ വർക്കാകില്ല, മൈക്രോഫോണും വർക്കാകില്ല. ഈ കാര്യത്തിലൊക്കെ കുട്ടികൾ വളരെ ബ്രില്യൻറ്റുമാണ്. ഇതിലേറ്റവും കൂടുതൽ കുടുങ്ങിപ്പോകുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ച് അത്ര വലിയ വിവരമൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരും സ്ത്രീകളുമായിരിക്കും. അവർ ആകെ പരിഭ്രാന്തിയാകും. കാരണം വാട്സാപ്പിൽ ഒരു വോയിസ് അയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മൈക്രോഫോൺ വർക്കാകുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ക്യാമറയും വർക്കാകുന്നുണ്ടാവില്ല. സെറ്റിങ്സിലൊക്കെ പോയി പരതി നോക്കിക്കഴിഞ്ഞാലും ഇതെവിടെയാണ് പ്രശ്നമുള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇത് പരിഹരിക്കാനും സാധിക്കില്ല. അവസാനം മൊബൈൽ ഫോണും എടുത്തിട്ട് കടയിലേക്ക് ഓടിപ്പോകേണ്ട ഗതികേട് പല ആളുകൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സ് എവിടെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ മുന്നേ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്കിത് പരിഹരിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സെറ്റിങ്സ് എവിടെയാണ് ഉള്ളത് എന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ക്യാമറ കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഞാൻ എൻ്റെ മൊബൈലിലെ മൈക്രോഫോൺ ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ വോയിസ് റെക്കോർഡർ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ ഇവിടെ അതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ലൈൻ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് മൈക്രോഫോൺ വർക്കാകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ബാക്ക് വരികയാണ്. ഇത് എങ്ങനെയാണ് വർക്കാകാതിരിക്കുക അത് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വേർഷൻ നമ്പർ എന്ന ഭാഗത്ത് 7 ടൈം ഇങ്ങനെ തുരുതുരെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രസ് ചെയ്താൽ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയിട്ട് വരും. നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും, അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്താൽ കണ്ടോ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയിട്ടുണ്ട്. നേരെ ബാക്ക് വന്നിട്ട് ഒന്നുകൂടി ബാക്ക് വരിക. ഇവിടെ സിസ്റ്റം അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ സെൻസർ ഓഫ് എന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓൺ ചെയ്താൽ മാത്രം പോരാ, ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കുക. ഇല്ല എങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ടൈൽസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ എവിടെയെങ്കിലും ഈ ഒരു സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ആഡ് ആകും. ഓക്കെ, അത്രേ വേണ്ടൂ. ഇനി അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ഒന്നുകൂടി ഞാൻ പ്രസ് ചെയ്യാണ്. ക്യാമറ ഓൺ ആകുന്നില്ല, ജസ്റ്റ് അത് ബാക്ക് വരികയാണ്. കണ്ടോ, ഇതാണ് ആ ഒരു സെറ്റിങ്സ്. ക്യാമറ വർക്കാകുകയില്ല, അതുപോലെ തന്നെ മൈക്രോഫോണും വർക്കാകുകയില്ല. ഞാനിപ്പോൾ വോയിസ് റെക്കോർഡർ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. നേരത്തെ പോലെ തന്നെ ഞാനിവിടെ റെക്കോർഡ് ബട്ടൺ അമർത്തി. കണ്ടോ, ഇവിടെ ബ്ലാങ്ക് ആണ്. നേരത്തെ പോലെ ആ ഒരു ലൈന്, ആ ഒരു പ്രോഗ്രസ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ മൈക്രോഫോണും വർക്കാകുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഞാൻ ഇവിടുന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ആ നേരത്തെ ഓപ്പൺ ചെയ്ത അത് ഞാൻ ഓഫ് ചെയ്യാണ്. ഓക്കെ, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ക്യാമറ വർക്കാകും. കണ്ടോ, ക്യാമറ കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട്. ഈ ഒരൊറ്റ സെറ്റിങ്സ് ആണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അത് ആദ്യം നിങ്ങൾ ഡിസേബിൾ ചെയ്യണം, ഇതുപോലെ ക്ലോസ് ചെയ്യണം, അതായത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ സിസ്റ്റം അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ച അതേ സെറ്റിങ്സ് ക്വിക്ക് സെറ്റിങ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സെൻസർ ഓഫ് എന്ന ഈ ഒരു ടോഗിൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ആ ഒരു ഓപ്ഷൻ ഇവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ ഇവിടെ എവിടെയും ഇല്ല. എഡിറ്റ് ടൈൽ എടുത്തു കഴിഞ്ഞാലും ഇവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അത് എനേബിൾ ചെയ്താൽ മാത്രമാണ് ആ ഓപ്ഷൻ തന്നെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു പ്രശ്നത്തിന് കാരണം. ഇനി സാംസങ്ങിൻ്റെ മൊബൈലിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാംസങ്ങിൻ്റെ മൊബൈൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയാണ് 7 ടൈം ഇവിടെ തുരുതുരെ പ്രസ് ചെയ്യേണ്ടത്. ഞാനിവിടെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. ഏതാണ് നിങ്ങൾ സ്ക്രീൻ ലോക്ക് കൊടുത്തത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. കണ്ടോ, എനേബിൾ ആയിട്ട് വന്നതായി നിങ്ങൾ കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. എന്നിട്ട് ഒന്നും കൂടി നിങ്ങൾ ബാക്ക് വന്നിട്ട് എബൌട്ട് ഫോണിൻ്റെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് നേരത്തെ പോലെ തന്നെ അതേ ഓപ്ഷൻ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് സെൻസർ ഓഫ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അത് ഇതുപോലെ എനേബിൾ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ആ ഒരു ഓപ്ഷൻ വന്ന് കിടക്കും. ഇവിടെ തന്നെ കാണുന്നുണ്ട്. നേരത്തെ പോലെ സെറ്റിംഗ്സിലൊന്നും പോകണ്ട. എന്നാൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും എഡിറ്റ് ബട്ടൺസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എവിടെയെങ്കിലും വന്ന് കിടക്കുന്നുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മേലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാണ്. അതിനുശേഷം നമുക്കൊന്ന് ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ ഇവിടെയുണ്ട്. കണ്ടോ, ക്യാമറ വർക്ക് ആകുന്നില്ല. അപ്പോൾ ഈ ഒരൊറ്റ സെറ്റിംഗ്സ് ആണ് നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയും മൈക്രോഫോണും വർക്കാകുന്നത് തടയുന്നത്. ഓക്കെ, ഇനി മൊത്തത്തിൽ ഇത് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സെൻസർ ഓഫ് എന്ന ഈ ഒരു ടോഗിൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നോട്ടിഫിക്കേഷൻ്റെ ബാറിലൊന്നും ആ ഒരു സെറ്റിംഗ്സേ കാണാൻ സാധിക്കില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ആണ് നമ്മുടെ പ്രശ്നക്കാരൻ. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് ഒക്കെ നമ്മുടെ മൊബൈലിൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.